ഇന്നെന്താ മാങ്ങ കൊണ്ടുള്ള സ്പെഷ്യല്? ഇന്നൊരു സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തിയാണ്. മാങ്ങാ ചമ്മന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവോ മാങ്ങാ ചമ്മന്തിയിൽ എന്താ അത്ര കാര്യമെന്ന്. പക്ഷേ ഇത് മാങ്ങ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇതിന് നമുക്ക് മാങ്ങ 3 ഞാൻ തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബാക്കി ചെയ്യാം. ഇത് അരിഞ്ഞൊന്ന് അരച്ചെടുക്കണം നമുക്ക് മിക്സിയിൽ. എന്നിട്ടാണ് നമ്മൾ ഇത് സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചമ്മന്തി അരച്ച് വെച്ചാലും കേട് വരാതെ കുറേ ദിവസം ഇരിക്കും. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. അരിഞ്ഞു. ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കട്ടെ കേട്ടോ. കുറച്ച് പാകത്തിന് ഉപ്പും കൂട്ടിയിട്ട് അരയ്ക്കാം. മാങ്ങ നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. ഈ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നല്ലെണ്ണ ചൂടാവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ മാങ്ങ ഇട്ടിട്ടൊന്ന് നല്ല പോലെ ഇത് വേവിച്ചെടുക്കണം. മാങ്ങയിടാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് വേവണം ഈ എണ്ണയിൽ കിടന്നിട്ട്. ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അത് എന്തായാലും ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഇതിൻ്റെ അത് തെളിഞ്ഞ് വരും. അപ്പോൾ ഇനിയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. പ്രധാനമായിട്ട് ഇതിൽ ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് കായമാണ്. കായോ മുളക് പൊടിയും ഒരു കഷ്ണം ശർക്കരയും ചേർത്ത് കഴിഞ്ഞാൽ ഈ ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനമായി ചേർക്കേണ്ടത് കായമാണ്. അപ്പോൾ നമുക്കിനി കായം ചേർക്കാം. നമ്മളിതിൽ കായം ചേർക്കുകയാണ്. എരിവുള്ള മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടാം. അതുപോലെ തന്നെ കാശ്മീരി, നമ്മൾ നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇടാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി അടുത്തത് ശർക്കര പൊടിച്ച് ഇപ്പം നമ്മുടെ മാങ്ങാ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇതിൽ പ്രധാനമായും നമ്മൾ ചേർത്തത് മാങ്ങ, കായം, മുളക് പൊടി, ശർക്കര, ഉപ്പ്, ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനി തണുത്ത് നമുക്ക് കുപ്പിയിലാക്കി വെച്ചാൽ കേടുകൂടാതെ ഇരിക്കും. മാത്രമല്ല ഇത് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചപ്പാത്തിക്ക്, ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി.